അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാട്ടിലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് പുതിയ വീട്ടിലത്തെ കിച്ചണിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ അയില ഉണ്ടല്ലോ, അയില മീൻ, അതെങ്ങനെയാണ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നും കട്ട് ചെയ്യുന്നതെന്നും പിന്നെ വറുക്കാനും പൊരിക്കാനും നമ്മുടെ മുളകിട്ട് കറി വെക്കാനൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നൊക്കെ കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ. ഞാനിപ്പോൾ ഇതാ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും പൂത്താത്ത പകുതി മീനോളം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇതാ അയില ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും അയില എങ്ങനെയാണ് മുറിക്കേണ്ടതെന്നും വൃത്തിയാക്കേണ്ടതെന്നൊക്കെ. എന്നാലും കുക്കിങ്ങൊക്കെ പഠിച്ച് വരുന്ന കുട്ടികളുണ്ടാവില്ല. ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മുടെ പുതുതായിട്ട് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ഓൾറെഡി നമ്മുടെ ക്രാബ് ഉണ്ടല്ലോ, ക്രാബ് ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയാത്തവർക്കൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിപ്പം വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് പുതിയ വീട്ടിലത്തെ പുതിയ കിച്ചണിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് ഞാൻ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ ഒരു അയില കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. ഇതിൽ തന്നെ ഞാൻ കുറച്ചായിട്ട് ഈ ഒരു അയില കട്ട് ചെയ്തിട്ട് ഇത് മുളകിട്ട് എടുക്കുന്നതും പൊരിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു മീൻ പൊരിക്കുന്ന സമയത്ത് അതിൽ ചേർത്തിട്ടുള്ള കാര്യങ്ങളും പൊരിക്കുന്നതും മാത്രമായിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓരോ നാട്ടിലും ഓരോ വീട്ടിലും ഓരോരുത്തരും ഈ ഒരു മീനൊക്കെ കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതൊക്കെ പലതരത്തിലായിരിക്കും. ഇപ്പം തന്നെ നമ്മുടെ ഞങ്ങളുടെ വീട്ടിൽ മുറിച്ചെടുക്കുന്നത് പോലെയല്ല ഇതിപ്പോൾ കട്ട് ചെയ്യുന്ന പൂത്താത്ത അവരുടെ വീട്ടിൽ മുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുറിക്കുന്ന സമയത്ത് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് ഇതുപോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ചിട്ടായിരിക്കും ഇതൊക്കെ മുറിച്ചെടുക്കുന്നതും ക്ലീൻ ചെയ്തെടുക്കുന്നതൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത്, പുതുതായിട്ട് കുക്കിങ്ങൊക്കെ തുടങ്ങി വരുന്ന മീനൊക്കെ ആദ്യമായിട്ട് കട്ട് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഈസി വേ ആണ്. വളരെ പെട്ടെന്ന് നമുക്കിതുപോലെ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളേ. മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ തലയുടെ കുറച്ച് ഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പൂവും കാര്യങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ. പിന്നെ അതിൻ്റെ മുട്ടയുണ്ടല്ലോ, എണറെന്ന് പറയുന്ന, അതൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. അതൊക്കെ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ ഇത് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ഒരു 3-4 പ്രാവശ്യം ഉപ്പൊക്കെ കൂട്ടിയിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്രാബ് കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കനും ബീഫും മട്ടനും ഫിഷും ഒക്കെ വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും നമ്മുടെ ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മീൻ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് മുളകിട്ട് വെക്കാനും ബാക്കി പൊരിക്കാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊരിക്കാൻ നല്ല പീസ് നമ്മുടെ നടുക്കഷ്ണവും വാലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ആയിട്ടാണ് പൊരിക്കാൻ എടുക്കുന്നത്. പിന്നെ തലഭാഗമൊക്കെ നമ്മൾ മുളകിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ കഷ്ണങ്ങൾ നല്ലോണം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഉപ്പും കൂട്ടിയിട്ട് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മീൻ കഷ്ണങ്ങൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇതിലോട്ട് പൊടികളായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതും കാശ്മീരി ചില്ലി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും നമ്മൾ മീൻ വറുത്തതിന് ശേഷം. അപ്പോൾ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരിത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മീൻ പൊരിച്ചത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ സാധാരണ നാടൻ മീൻ വറുക്കുന്നത് ഇതുപോലെയാണ്. ജസ്റ്റ് ആ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അയില വറുത്തത് റെഡിയാക്കി കിട്ടും. good.
മുളകുണ്ടാ ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഇനിയിപ്പോൾ ഇതാ ചൂടായ വെളിച്ചെണ്ണയിൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് വറുത്തെടുത്തതിന് ശേഷം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ്. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ഒന്ന് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.